ഇസ്മായിൽ കൊട്ടാരപ്പാട്ട് കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ സ്ഥാപകനും ജനറൽ സെക്രട്ടറിയുമാണ്. കലാഭവൻ മണിയുമായിട്ടുള്ള അടുപ്പവും അദ്ദേഹം നമ്മൾ മുഖാന്തരം കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച് പോയതിന്റെ ഒരു ഭാഗമായിരിക്കാം ഒരുപാട് ഒരു ആർട്ടിസ്റ്റുകൾക്കും ഒരു കലാകാരന്മാർക്കും കിട്ടാത്ത 7ഓളം ഇതുപോലെയുള്ള എന്താ പറയാ സംഘടനകൾ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാണ് ഞങ്ങൾ. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 7ാമത്തെ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡുകൾ ഇവിടെ വിളംബരം ചെയ്യാൻ പോവുകയാണ്. പറ്റിപ്പെട്ടു ഒന്ന് സാറൊന്ന് അടിയിൽ പേരുണ്ട്. എന്റെ പേര് ഹേമ ജെയിംസ്, മിസസ് ഇന്ത്യ ഏഷ്യ 2023. എന്റെ പേര് PMM ഷരീഫ്, കലാഭവൻ മണിയുടെ 55ാം ജന്മദിനമായ 2026 ജനുവരി 1 ന്യൂ ഇയർ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി രൂപം കൊണ്ട കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 7ാമത്തെ അവാർഡുകൾ ഇവിടെ വിളംബരം ചെയ്യുകയാണ്. ശ്രീ ബാലചന്ദ്ര മേനോൻ മലയാള സിനിമ ലോകത്തിന്റെ ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ ശ്രീമതി വിജയകുമാരി O മാധവൻ നാടകരംഗം, ചലച്ചിത്രരംഗം, ശ്രീ സിയാദ് കോക്കർ ചലച്ചിത്രരംഗം, ശ്രീ സുന്ദർദാസ് ചലച്ചിത്രരംഗം, മണിയെ വെച്ചിട്ട് സല്ലാബൊക്കെ എടുത്തൊരു ഡയറക്ടറാണ്. നമ്മുടെ ശ്രീമതി അംബിക ചലച്ചിത്ര നടി, ശ്രീമതി മേനക സുരേഷ് ചലച്ചിത്ര നടി, ശ്രീ കലാഭവൻ റഹ്മാൻ മിമിക്രി സിനിമ ചലച്ചിത്ര നടനാണ്. ശ്രീ ജേനു ആയിച്ചാൻകണ്ടി സാഹിത്യകാരനാണ്, ഭാഷാ പണ്ഡിതനാണ്. ചന്ദ്രമോഹൻ മലയാളത്തിലെ ശങ്കർ മുതൽ ചിരഞ്ജീവി വരെ ഉള്ള ആളുകൾക്ക് ശബ്ദം കൊടുത്തിട്ടുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ് ചന്ദ്രമോഹൻ. പിന്നെ ഒരു നിശ്ചല ഛായാഗ്രാഹകൻ, മാധ്യമ പ്രവർത്തകനാണ് ഗാദർ കൊച്ചിനൂർ. എന്നിവർക്ക് സമഗ്ര സംഭാവനക്കുള്ള കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡും ശ്രീ മമ്മൂട്ടി മികച്ച നടൻ കളങ്കാവൽ, കുമാരി കല്യാണി പ്രിയദർശൻ മികച്ച നടി ലോക, മികച്ച ചലച്ചിത്രം സർവമായ ശ്രീ അഖിൽ സത്യൻ, ശ്രീ ദിൽജിത്ത് അയ്യത്താൻ മികച്ച സംവിധായകൻ എക്കോ, ശ്രീ ജിബി അല്ല ഇത് കണ്ണൂർ വായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പിന്നെ അതുപോലെ ഇതില് നമ്മള് നാടൻ പാട്ട്, മിമിക്രി അങ്ങനെയുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. തുക ഈ നമ്മൾ ആദരിക്കുന്നവർക്ക് നമ്മളൊരു ചെറിയ പൈസയുള്ളൂ, 5000 രൂപ വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കും. അത് ആദരിക്കുന്നവർ അവർക്ക് നമ്മള് പിന്നെ സമഗ്ര സംഭാവന, അവർക്ക് യാത്രാക്കൂലി, താമസം, പിന്നെ അതുപോലെ തന്നെ 5000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അവാർഡ് നമ്മൾ തൃശ്ശൂർ വെച്ചിട്ടാണ് ഈ വർഷം, അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് പ്രസ് മീറ്റ് നടത്തുന്നത്. നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതില് നമ്മൾ മാർച്ചിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും അറിയിക്കാം. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ജനുവരി 1 പ്രഖ്യാപിക്കാറ്. വിഷുവിന്റെ മുൻപ് നടത്തുകയും ചെയ്യും. അങ്ങനെയാണ്. നമ്മളിത് സാംസ്കാരിക പരിപാടിയാണ്. മണിയുടെ പേര് വെച്ചിട്ടൊരു സ്റ്റാർ നൈറ്റ് ഒന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ നമുക്ക് ഈ പ്രായമായവരൊക്കെ വിളിച്ചു കൊടുത്തിട്ട് നമ്മള് അത്യാവശ്യം അവിടെ വരും. അല്ല അത് വിളിച്ചോളൂ, 2 ആൾ കൂടി പിടിക്കും. ഓക്കെ, താങ്ക് യു.